ശവവർമ്മയാണ് കഴിക്കുന്നത്. ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട്. കഴിക്കുന്നത് വർമ്മയാണ്, കഴിക്കുന്നത് ശവമാണ്. അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന് പേര്. കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു. അതിലൊരു മുഹമ്മദ് ഇല്ല, അതിലൊരു ആയിഷ ഇല്ല, അതിലൊരു തോമസ് ഇല്ല, പക്ഷെ അതിൽ വർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഷവർമ്മയായത്. ഈ ആക്രാന്തം മൂത്ത് ഭണ്ഡാരമടങ്ങാൻ ഇത് പോയി തിന്നു ചാകുന്നവന്റെ പേര് ഹിന്ദു എന്നാണ്. ആഹാരം തൃപ്തി തോന്നണമെന്നുണ്ടെങ്കിൽ അറേബ്യൻ ഫുഡ് കഴിക്കണം. ഇന്ന് രാത്രി ഭക്ഷണത്തിന്റെ കാലമാണ്. നഗരങ്ങളിൽ മാത്രമല്ല, ഗ്രാമങ്ങളിൽ പോലും പാതിരാത്രി ഭക്ഷണം കഴിക്കുന്നവരാണ് ഉള്ളത്. അതൊക്കെ ഏത് ഭക്ഷണമാണ്? ആ ഭക്ഷണങ്ങളുടെ ഒന്നും പേര് നമുക്ക് ഇവിടെ ഇപ്പോൾ ഓർത്തെടുക്കാൻ പോലും പറ്റില്ല. കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം, മാംസം കഴിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, പക്ഷേ കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം, രൂക്ഷമായ തീഷ്ണമായ ഗന്ധം നമ്മളുടെ നാസാദ്വാരങ്ങളെ തുളച്ചുകൊണ്ട് കടന്നു പോകുന്നു. നമ്മുടെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാലുള്ളത്. അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത്. ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട്. കഴിക്കുന്നത് വർമ്മയാണ്, കഴിക്കുന്നത് ശവമാണ്. അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന് പേര്. കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു. അതിലൊരു മുഹമ്മദ് ഇല്ല, അതിലൊരു ആയിഷ ഇല്ല, അതിലൊരു തോമസ് ഇല്ല, പക്ഷെ അതിൽ വർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഷവർമ്മയായത്. ഈ ആക്രാന്തം മൂത്ത് ഭണ്ഡാരമടങ്ങാൻ ഇത് പോയി തിന്നു ചാകുന്നവന്റെ പേര് ഹിന്ദു എന്നാണ്. ചില സമയങ്ങളിൽ ഇതുപോലെ ചില പുഴുക്കളുണ്ടാവും, ഈ ചാണകത്തു നിന്നൊക്കെ വരുന്നത്. അതൊക്കെ പശുക്കൾ തൂർന്ന തീട്ടത്തിൽ നിന്നൊക്കെ ഇതുപോലെ ചില വിഷജന്തുക്കൾ, പുഴുക്കൾ ഇടക്കിടക്ക് ഇങ്ങനെ പൊട്ടി മുളക്കും. എന്താണെങ്കിലും ഇത് നല്ലവരായ ഹിന്ദുക്കൾ കൂടി ഒരു അപമാനമാണ് ഇങ്ങനത്തെയൊക്കെ കുറേ തീട്ടങ്ങൾ. കാരണം എന്താണ് ഇയാൾ ഉദ്ദേശിക്കുന്നത്? ഈ ഒരു ഷവർമ്മ എന്നത് കൊണ്ടും അതല്ലെങ്കിൽ ഈ ശവങ്ങൾ തിന്നത് കൊണ്ടാണോ ഇതിനെ ഷവർമ്മ എന്ന് പറയുന്നത്? അതോ ജീവൻ പോയതിനെ നമ്മൾ ശവം എന്ന് പറയും, അതല്ലെങ്കിൽ ചത്തതാണെന്ന് പറയും, അതിൽ ശവമാണെന്ന് പറയും, അതുകൊണ്ടാണോ ഇതിനെ ഷവർമ്മ എന്ന് പറയുന്നത് ഇയാൾ ഉദ്ദേശിക്കുന്നത്? അതോ ഇത് തിന്നുന്ന ആൾക്കാർ ശവം എന്നാണോ അയാൾ പറയുന്നത്? എന്താണെങ്കിലും ഇതുപോലുള്ള തീട്ടവർത്താനം പറഞ്ഞിട്ടൊക്കെ ഇതിൻ്റെ ഇടയിൽ തമ്മിലടിപ്പിക്കാൻ, ഇതിൻ്റെ ഇടയിൽ ഒരു വർഗീയതയൊക്കെ കൊണ്ടുവരാനാണ് ഇങ്ങേര് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഒരു തീട്ടം ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിലെന്താണ്, ഒരു ആയിഷ ഇല്ല, ഇതിലൊരു മുഹമ്മദ് ഇല്ല, ഇതിലൊരു തോമസ് ഇല്ല. മരിക്കണത് എന്താണ്, ഹിന്ദുക്കളാണ് അല്ലെങ്കിൽ വർമ്മമാരാണ് മരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലൊരു വർഗീയതയാണ് ഒരു തീട്ടം കൊണ്ടുവരുന്നത്. എന്താ വെച്ചാൽ അതൊന്ന് വ്യക്തമായിട്ട് നമുക്കത് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഇയാൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് തമ്മിലടിപ്പിക്കാനാണ് ഈ തീട്ടൊക്കെ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതല്ലെങ്കിൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നിരുന്നിട്ടൊക്കെ ഇങ്ങനെ ഒരു ഷവർമ്മൻ്റെ കാര്യം പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ഇത്രയും വർഗീയത പറയൂ. ഈ നല്ലവനായിട്ടുള്ള ഈ ഒരു തീട്ട സംഖ്യനോടൊക്കെ ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്താണ് ഈ ഉദ്ദേശിക്കുന്നത്? ഈ ഒരു മതങ്ങളെ പറഞ്ഞിട്ട്, അതല്ലെങ്കിൽ ഈ മതത്തിലുള്ളവർ ഓരോരുത്തരെ പേര് പറഞ്ഞിട്ട്, അതായത് ഈ മതത്തിൽപ്പെട്ടവരെന്ന് പറയുമ്പോൾ ഒന്ന് എന്താണ് മുസ്ലിംസിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് ഇപ്പോൾ എന്താണ് മുഹമ്മദ് ഇല്ല, ആയിഷ ഇല്ല എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ചത് ക്രിസ്ത്യൻസിനെ കൂട്ടിയിട്ടാണ് നിങ്ങൾ എന്താണ് തോമസ് ഇല്ല എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളെ ഹിന്ദുസിനെ പറയുന്നത് എന്താണ് വർമ്മമാരാണ് ഉള്ളത്, ഇത് കൂടുതലായിട്ട് മരിക്കണവരെന്നൊക്കെ പറയുന്നത്. എന്താണ് നിങ്ങൾ ഇതിൽ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സംസാരത്തിൽ നിങ്ങൾ എന്താണ് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്? എനിക്ക് മനസ്സിലാകണില്ല. വെറും വർഗീയത മാത്രമല്ലേ, തമ്മിലടിപ്പിക്കാൻ തന്നെയല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ലാതെ നിങ്ങളെ സംസാരത്തിൽ നിന്ന് എനിക്കൊന്നും മനസ്സിലാകണില്ല. ഇങ്ങനെ വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ മതത്തിനെ കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ടൊക്കെ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതിൽ നിങ്ങൾ ഈ ഒരു തീട്ടത്തിൻ്റെ, അതായത് ഈ ചാണകം മാത്രം തിന്ന് ഇങ്ങനെ ബുദ്ധി മൊത്തം പോയി കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ഈ ഒരു സ്റ്റേജിലൊക്കെ കയറി ഇരുന്നിട്ട് ഇങ്ങനെ ശവവർമ്മയാണ് കഴിക്കുന്നത്. ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട്. കഴിക്കുന്നത് വർമ്മയാണ്, കഴിക്കുന്നത് ശവമാണ്. അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന് പേര്. കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു. അതിലൊരു മുഹമ്മദ് ഇല്ല, അതിലൊരു ആയിഷ ഇല്ല, അതിലൊരു തോമസ് ഇല്ല, പക്ഷെ അതിൽ വർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഷവർമ്മയായത്. ഈ ആക്രാന്തം മൂത്ത് ഭണ്ഡാരമടങ്ങാൻ ഇത് പോയി തിന്നു ചാകുന്നവന്റെ പേര് ഹിന്ദു എന്നാണ്. ആഹാരം തൃപ്തി തോന്നണമെന്നുണ്ടെങ്കിൽ അറേബ്യൻ ഫുഡ് കഴിക്കണം. ഇന്ന് രാത്രി ഭക്ഷണത്തിന്റെ കാലമാണ്. നഗരങ്ങളിൽ മാത്രമല്ല, ഗ്രാമങ്ങളിൽ പോലും പാതിരാത്രി ഭക്ഷണം കഴിക്കുന്നവരാണ് ഉള്ളത്. അതൊക്കെ ഏത് ഭക്ഷണമാണ്? ആ ഭക്ഷണങ്ങളുടെ ഒന്നും പേര് നമുക്ക് ഇവിടെ ഇപ്പോൾ ഓർത്തെടുക്കാൻ പോലും പറ്റില്ല.
കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം, മാംസം കഴിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, പക്ഷേ കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം, രൂക്ഷമായ തീഷ്ണമായ ഗന്ധം നമ്മളുടെ നാസാദ്വാരങ്ങളെ തുളച്ചുകൊണ്ട് കടന്നു പോകുന്നു. നമ്മുടെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാലുള്ളത്. അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത്. ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട്. കഴിക്കുന്നത് വർമ്മയാണ്, കഴിക്കുന്നത് ശവമാണ്. അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന് പേര്. കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു. അതിലൊരു മുഹമ്മദ് ഇല്ല, അതിലൊരു ആയിഷ ഇല്ല, അതിലൊരു തോമസ് ഇല്ല, പക്ഷെ അതിൽ വർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഷവർമ്മയായത്. ഈ ആക്രാന്തം മൂത്ത് ഭണ്ഡാരമടങ്ങാൻ ഇത് പോയി തിന്നു ചാകുന്നവന്റെ പേര് ഹിന്ദു എന്നാണ്. അപ്പൊ നീ പറഞ്ഞു വരുന്നത് നല്ലവരായ ഹിന്ദുക്കളൊക്കെ ഇതുപോലെ ചെയ്യണം എന്നാണോ പറഞ്ഞു വരുന്നത്? ഈ ആള് കാണിക്കണ പോലെ എന്തായാലും നല്ലവരായിട്ടുള്ള ഹിന്ദുക്കളുടെ ഒരു അവസ്ഥ, അതായത് ഇത് കേട്ടിരിക്കണ ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. ഇതിൽ കേട്ടിരിക്കണ ഒരുവിധ ആൾക്കാർ ചിലപ്പോൾ ഇങ്ങനെ തീട്ടസംഖ്യകളായിരിക്കും, തീട്ടോ മൂത്രമൊക്കെ കഴിക്കണവരായിരിക്കാം. അതുകൊണ്ടാണല്ലോ ഇതിങ്ങനെ കേട്ടിരിക്കണത്. അതല്ലെങ്കിൽ ഇത് ഇനിയിപ്പോൾ ചാനലിലാണെങ്കിലും അതിൽ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കണ നല്ലവരായിട്ടുള്ള ഹിന്ദുക്കളുടെയൊക്കെ ഒരു അവസ്ഥ, ഇതേപോലെയുള്ള ഓരോ തീട്ടങ്ങളൊക്കെ വന്നിട്ട് ഓരോന്ന് പറയുമ്പോൾ അല്ല ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ ഓരോ മുക്കിലും മൂലിയിലും എന്താ ചാണകം കൊണ്ടുള്ള ഷവർമ ഉണ്ടാക്കണം എന്നാണോ, അതല്ലെങ്കിൽ ചാണകം കൊണ്ടുള്ള മന്തി ഉണ്ടാക്കണം എന്നാണോ പറയുന്നത്? അതല്ലെങ്കിൽ അതുപോലുള്ളത് കഴിച്ചു കഴിഞ്ഞാലുള്ളൂ ഇനി ജീവൻ നിലനിർത്താൻ പറ്റുള്ളൂ എന്നാണോ പറയുന്നത്? ഇനി ഷവർമൊന്നും കഴിക്കരുത്, അല്ലെങ്കിൽ ഷവായൊന്നും കഴിക്കരുത്, അല്ലെങ്കിൽ അൽഫാമൊന്നും കഴിക്കരുത് എന്നൊക്കെയാണ് ഇയാൾ ഉദ്ദേശിക്കണമെങ്കിൽ എന്താണ് ഇയാൾ ഉദ്ദേശിക്കുന്നത്? അതൊക്കെ കഴിച്ചിട്ടാണ് ഒരുപാട് വർമ്മമാർ മരിക്കണത് എന്നാണോ? അതിലിപ്പോൾ മുസ്ലിംസുകാരൊന്നും മരിക്കണില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി ഉദ്ദേശിക്കട്ടോ. കാരണം ഹിന്ദുസ് ജനസംഖ്യ കുറയണ പോലെയാണ്. കാരണം മുസ്ലിംസുകൾക്ക് ഇപ്പോൾ ജനസംഖ്യ അല്ലെങ്കിൽ ആൾക്കാരുടെ എണ്ണം കൂടുകയാണല്ലോ. നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് ഇപ്പോൾ എന്താണ് മുസ്ലിങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലുള്ള കുറേ ആൾക്കാർ പറയും ഹിന്ദുക്കളെ എണ്ണം കുറയുകയാണ്, ഇങ്ങനെ കുറയണത് ഇങ്ങനെ ഷവർമ ഇതൊക്കെ തിന്നിട്ട് ഒരുപാട് ആൾക്കാർ മരിക്കുകയാണ് എന്നൊക്കെ. അതാണ് അയാൾ ഉദ്ദേശിച്ച് വെക്കുന്നത്. അതല്ലെങ്കിൽ ഈ ഒരു ഗോമൂത്രം കൊണ്ട് ഇപ്പോൾ നേരത്തെ ആൾ ചെയ്തതുപോലെ എന്താണ് കുടിക്കണമൊക്കെ കണ്ടു, അതുപോലെ ഈ ഒരു മൂത്രം കൊണ്ട് വല്ല എന്താണ് സർബത്തോ അതല്ലെങ്കിൽ വല്ല സംഭാരോ അല്ലെങ്കിൽ എന്തൊക്കെ ജ്യൂസൊക്കെ അടിച്ച് കുടിക്കി, എന്നാലുള്ളൂ നമുക്ക് ജീവൻ നിലനിർത്താൻ പറ്റുള്ളൂ എന്നുള്ള അതാണോ ഇയാൾ ഉദ്ദേശിക്കുന്നത്? എന്താണെങ്കിലും ഇയാളൊക്കെ ഇങ്ങനെ വർഗീയത പറഞ്ഞ് അവസാനം തമ്മിലടിപ്പിക്കും. ഓരോ മുസ്ലിംസ് ആണെങ്കിലും ഹിന്ദുസ് ആണെങ്കിലും ക്രിസ്ത്യൻസിലും ഇവരൊക്കെ തമ്മിലടിപ്പിച്ച് അത് കൈകൊട്ടി ചെറിക്കണ കുറേ നായ്ക്കാട്ടങ്ങൾ തന്നെയാണ് ഇങ്ങനത്തെ പോലെയുള്ള തീട്ടങ്ങൾ. പിന്നെ നമ്മൾക്കൊക്കെ ഉള്ള ഒരു ആശ്വാസം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള തീട്ടങ്ങളൊക്കെ ഇനി എന്ത് വന്ന് വർഗീയത പറഞ്ഞാലും അതല്ലെങ്കിൽ ഇങ്ങനെ വല്ല വിഷം ചീറ്റിയാലും നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് കേരളത്തിലാണെങ്കിൽ നമ്മുടെ ഈ മതസൗഹാർദ്ദം അത് ഏത് മതത്തിൽപ്പെട്ട ആണെങ്കിലും ഇതുപോലെ ചില തീട്ടങ്ങളുണ്ട്, തീട്ടവർത്താനം പറയുന്ന വിഷജന്തുക്കളുണ്ട്. അതിപ്പോൾ ഹിന്ദുസിലാണെങ്കിലും ക്രിസ്ത്യൻസിലാണെങ്കിലും മുസ്ലിംസിലാണെങ്കിലും ഒക്കെ ഉണ്ട് ഇതുപോലെ എന്താണ് വിഷം ചീറ്റണ തീട്ടങ്ങൾ. പക്ഷേ ഇവരൊക്കെ എന്ത് പറഞ്ഞാലും എന്താണ് പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിലൊന്നും ഇതുപോലെ ആരെന്ത് പറഞ്ഞാലും വർഗീയതയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഉണ്ടായിരിക്കും അവിടെ എവിടെയെങ്കിലൊക്കെ വല്ല മുക്കില മൂലിയിലൊക്കെ എവിടെയെങ്കിലൊക്കെ എന്താണ് ഒരു എണ്ണത്തിനൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാം. പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെ പറയണത് പോലെ അതല്ലെങ്കിൽ തമ്മിലടിപ്പിക്കാനൊന്നും ഉദ്ദേശിച്ച് കഴിഞ്ഞാലൊന്നും നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് അതിൽ പ്രത്യേകിച്ച് കേരളത്തിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം അത്രയും സൗഹാർദ്ദത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് നമ്മളെ ഇന്ത്യ എന്ന് പറയുന്നത്. അതിൽപ്പെട്ടത് ഒരു സംസ്ഥാനമാണ് കേരളം. കാരണം കേരളത്തിലൊന്നും എന്ത് പറഞ്ഞാലും അത് ഏൽക്കില്ല.